ഹലോ മക്കൾസ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, ഞാൻ കിൻഡർ ഹോസ്പിറ്റലിലെ താരാട്ടഴക് സീസൺ 5 ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സെലക്റ്റഡ് ആവണമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ് ബാക്കി വീഡിയോ വന്നു. അതിനർത്ഥം ഞാൻ ഓഡീഷന് സെലക്ട് ആയായിരുന്നു. നമ്മുടെ ഫൈനൽ ഫാഷൻ ഷോ നടക്കുന്നത് ആഷീസ് കൺവെൻഷൻ സെൻറ്റർ കളമശ്ശേരിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 2 മണിക്ക് അവിടെ എത്തണമായിരുന്നു. ഞങ്ങൾ ഒരു 10 മിനിറ്റ് ലേറ്റായി. ചെല്ലുമ്പോൾ തന്നെ രജിസ്ട്രേഷനോടൊപ്പം അവർ എല്ലാവരുടെയും എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് വിളിക്കുന്നത്. നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വൺ സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചതുപോലെയല്ല, വിചാരിച്ചതിനേക്കാളും അപ്പുറമായിരുന്നു അവരുടെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ വേറൊരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തും. പിന്നെ ചേട്ടനെയൊക്കെ ഓഡിയൻസ് ആയിട്ട് ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഒരാളുടെ കൂടെ, ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ കൂടെ ഒരാളെ മാത്രമേ അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ നമുക്ക് ടോട്ടൽ 78 പാർട്ടിസിപ്പൻസ് ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ട്രയലൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ കോർഡിനേഷൻ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. അത്രയ്ക്ക് സൂപ്പറാണ്. കാരണം ഈ ഹോസ്പിറ്റലിലെ കിൻഡർ ഹോസ്പിറ്റലിലെ തന്നെ സ്റ്റാഫുകളാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും പ്രഗ്നൻറ്റ് ലേഡീസാണ്. സോ അവർക്ക് നല്ല കെയർ കൊടുക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അത് ഒരിക്കലും വേണം വേണ്ടാതെ അല്ല ചെയ്തത്. കാരണം അവരുടെ വീട്ടിലെ ഒരാളെ പോലെ നമ്മളെ അവർ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അവരോടുള്ള നന്ദി. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം എന്താണ് വേണ്ടത്, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിലോ എന്ത് കാര്യങ്ങൾക്കും നമ്മളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടായിരുന്നു. ആദ്യം നമ്മൾക്ക് ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് സീമന്തം ലുക്കിലുള്ള ട്രഡീഷണൽ റൗണ്ടാണ്. അതിൽ നമ്മൾ ഇൻഡിവിജ്വലി വന്ന് നമ്മൾ റാം വോക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുവന്ന് അവർ താഴെ ഇരുത്തിയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പതുക്കെ ഇടാം. അപ്പോൾ എന്തായാലും അവർ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തു. ഈ 78 പേരിൽ നിന്ന് അവർ 10 പാർട്ടിസിപ്പൻസിനെയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ 78 നിന്ന് 10 അല്ലേ, അപ്പോഴത്തേക്ക് പോകുമ്പോൾ കിട്ടില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കിട്ടി ഗൈസ്. ഈ 10 പേർക്കാണ് സെക്കൻഡ് റൗണ്ടിലേക്കുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. എന്തായാലും 78 പേരിൽ നിന്ന് 10 പേരാക്കിയപ്പോൾ ആ 10 പേരിൽ ഒരാളാവാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.